ഇമാജിൻ വാൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ സൈറ്റിൽ നമ്മൾ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിന്റെ അകത്താണ് നമ്മൾ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് 2 മീറ്ററും 1.80 എന്ന് പറയുന്ന ഒരു സ്പേസിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇവിടെ കോൺക്രീറ്റിന്റെ സ്റ്റെയർ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലോട്ട് വന്നത്. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതി വേണോ എന്ന് ക്ലയന്റും കൂടി പറഞ്ഞതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. ഏകദേശം 60,000 രൂപക്കാണ് നമ്മളിത് തീർത്ത് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് MS-ന്റെ പൈപ്പാണ് ഇതിന്റെ ബീമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. MS-ന്റെ സെൻട്രൽ ബീം വന്ന് 2 സൈഡിലോട്ടും ചാടി നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പൊ MS-ന്റെ പൈപ്പ് വന്നിട്ട് നമ്മൾ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഇതിന്റെ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലേറ്റ് ചെയ്ത ടൈമിന് നമ്മൾ സാധാരണ പ്ലേറ്റ് കൊടുക്കാതെ ഇത് ഫ്രെയിം ആയിട്ട് തന്നെയാണ് ചെയ്തേക്കണം. അപ്പൊ ഈ ഫ്രെയിം ചെയ്തിട്ട് ഇത് അടിയും മോളും വുഡോ അല്ലെങ്കിൽ പൈൻ വുഡോ ഇതാണോ ക്ലയന്റിന്റെ റിക്വയർമെന്റ്, അതിനനുസരിച്ച് നമ്മൾ ഇത് കവർ ചെയ്തിട്ട് അതിന് കൊടുക്കേണ്ട ഫിനിഷിങ് ഏതാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കും. ഏകദേശം 14 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് തീർത്തത്. നമ്മളൊരു ടീം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെൽഡറുടെ പേര് സുൽഫി എന്നാണ്. പുള്ളിക്കാരൻ നമ്പർ ഞാൻ അതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ സ്റ്റെയർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നടുക്ക് ബീം വന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അവിടെ ഈ ഇതിന്റെ ടോപ്പ് വരുന്നത് എന്താ പറയാ, ടോപ്പ് കൂടെ വന്ന് ഇവിടെ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് കൂടെ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ ഭിത്തിയിലോട്ടാണ് സപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലേയും കാര്യങ്ങളും പണി ഒരു ഇത്തിരി കൂടുതലാണ്. സാധാരണ നമ്മൾ പ്ലേറ്റ് വെച്ചിട്ട് പെട്ടെന്ന് കഴിയും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മളിപ്പോൾ പലക എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എക്സാമ്പിൾ ഇതല്ല, നമ്മളിപ്പോൾ ഇവിടെ ഒരു പലക എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിന്റെ പലക കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ, ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഈ പലക കംപ്ലീറ്റ്ലി ഇവിടെ കവേർഡ് ആവും. ഈ ഫുൾ ഏരിയയിൽ ഈ പലക കവേർഡ് ആവുന്ന രീതിയാണ് സാധാരണ കണ്ടുവരുന്ന രീതി. പ്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടം വരെ കൊടുക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ ഒരു പകുതി 30 അല്ലെങ്കിൽ ഒരു 40 കൊടുക്കുന്ന രീതിയാണ്. നമ്മളിത് സ്റ്റെയറിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യാനും ഭാവിയിൽ നമുക്കൊരു ജെർക്കിങ് ഇതിൽ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഇത് ഫിനിഷ് ആയി കഴിയുമ്പോൾ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു പുതിയൊരു പ്രൊജക്ട് തുടങ്ങുന്നതിന്റെ ഒരു ചെറിയ തിരക്കിലായിരുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇമാജിൻ വാൾസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കാം. ഇറ്റ്സ് മീ അൻസർ ഷക്കീൽ സൈനിങ് ഓഫ്. ബൈ ബൈ.